ഞങ്ങളുടെ ജീവനാഡിയായ ഗാർഗ് ദ്വീപ് അമേരിക്ക തകർത്ത് തരിപ്പണമാക്കുകയും അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കമുള്ളവ അതിൻ്റെതാണ് എന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതോടുകൂടി തന്നെ ഇറാൻ ആകട്ടെ വളരെയധികം വെറി പൂണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഇതോടുകൂടി തന്നെ ട്രംപിന് നേരെ വ്യക്തമായ വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് ഗാർഗ് ദ്വീപിലൂടെയാണ്. ഇതിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി തന്നെ ഈ ദ്വീപ് കണക്കാക്കപ്പെടുകയാണ്. ഇവിടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും ബോംബിങ്ങിൽ നശിപ്പിച്ചിരുന്നതായി തന്നെ ട്രംപ് അവകാശവാദം നടത്തിക്കൊണ്ടാണ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ ഒരു വീഡിയോ പങ്കുവച്ചത്. അതേസമയം ദ്വീപിൽ 15-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും എണ്ണയുമായി ബന്ധപ്പെട്ട അടിയന്തര സൗകര്യങ്ങൾ അതിലൊന്നും തന്നെ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടെ ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗാർഗ് ദ്വീപിലെ US ആക്രമണത്തിന് പിന്നാലെ തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇറാൻ രംഗത്ത് വന്നത്. പശ്ചിമേഷ്യയിൽ US-ഉമായി തന്നെ സഹകരിക്കുന്ന എല്ലാ എണ്ണ കമ്പനികളുടെ അവരെ ആ ഒരു കേന്ദ്രങ്ങൾക്ക് നേരെ പോലും പ്രത്യാക്രമണം അവിടെ നടത്തുമെന്നായിരുന്നു ഇറാന്റെ സായുധ സേനയുടെ മുന്നറിയിപ്പായി തന്നെ പുറത്തു വന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഗാർഗ് ദ്വീപിൽ ബോംബിംഗ് നടത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പുമായി തന്നെ ഇറാൻ രംഗത്ത് വരുന്നത്. ഗാർഗ് ദ്വീപിൽ നടന്ന US ആക്രമണത്തിൽ ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം തകർത്തതായിട്ടാണ് റിപ്പോർട്ട്. ദ്വീപിലെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ, എയർപോർട്ട് കൺട്രോൾ ടവർ, അതേപോലെ ഹെലികോപ്റ്റർ ഹാങ്ങർ തുടങ്ങിയവയാണ് തകർത്തതെന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതേസമയം ഇതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായി തന്നെ കണക്കാക്കുന്ന ഈ ദ്വീപിൽ വലിയ രീതിയിലുള്ള ബോംബ് ആക്രമണം നടത്തിയതായിട്ടാണ് വീഡിയോയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ ഗാർഗ് ദ്വീപിലെ തന്നതാണോ എന്നത് സ്ഥിരീകരിക്കുന്നതിനാൽ തന്നെ ഇതിലൊരു വ്യക്തത ഇതുവരെയും വരുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയേണ്ടത്. എന്നാൽ ഇത് ഗാർഗിൽ നടത്തിയ ആക്രമണമാണോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് സ്ഥിരീകരണമില്ല എന്നും ചില ന്യൂസ് ഏജൻസികളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അടിക്കുറിപ്പ് നൽകാത്തതുകൊണ്ട് തന്നെ ഇതിനെ വ്യക്തമായി വിലയിരുത്താനും തങ്ങൾക്ക് സാധിക്കാത്തതായി തന്നെ ഇവിടെ പറയുന്നു. വിവിധയിടങ്ങളിൽ ബോംബാക്രമണം നടത്തിയതായി തന്നെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെന്നും 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. 1-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്നും ബോംബുകൾ വർഷിക്കുന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ കറുത്ത പുക ഉയരുന്നത് കാണാൻ സാധിക്കുന്നതായും ഇവിടെ വ്യക്തമാക്കുകയാണ്. ഗാർഗ് ആക്രമിച്ച വിവരം ട്രംപ് തന്നെയാണ് ട്രൂത്ത് സോഷ്യലിൽ കൂടി അറിയിച്ചിരിക്കുന്നത്. ഗാർഗ് ദ്വീപിൽ കനത്ത ബോംബാക്രമണം നടത്തിയെന്നും മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും തകർത്തുവെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹോർമുസിൽ ആക്രമണം തുടർന്നാൽ റിഫൈനറികളെ ലക്ഷ്യമിടുമെന്നും ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.